ഹലോ, നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് കമ്പത്തുള്ള MSR ഗ്രേപ്പ് ഗാർഡനിലേക്കാണ്. നമ്മൾ നെടുങ്കണ്ടത്ത് നിന്ന് കമ്പത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വഴിയിലൊന്നും അധികം തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു സമയത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ച് നമ്മളങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല തിരക്കായി. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ അവരുടെ ലീവ് വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാൻ വരുന്നൊരു സമയം ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കോട്ടയം ഭാഗത്തു നിന്നൊക്കെയാണെന്ന് തോന്നുന്നു. ഒരുപാട് കാറുകൾ കാണാമായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് നേരം ഒരു ചെറിയൊരു ട്രാഫിക്കൊക്കെ പോലെ തോന്നി. ഫുള്ള് നമ്മൾ പോർഷൻ ഒരു ഹെയർ പിൻ ബെൻസൊക്കെ മുഴുവൻ ഏകദേശം മൊത്തം ഒരു ഫോറസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പം നമ്മളങ്ങോട്ട് നമ്മുടെ ഇപ്പോൾ നെടുങ്കണ്ടം ഭാഗത്തു നിന്ന് കമ്പത്തേക്ക് പോകുന്ന ഒരു വഴി മൊത്തം ഏകദേശം മൊത്തം ഒരു വനം മേഖലയാണ്. നമ്മളപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നല്ല കാഴ്ചകൾ, അടിപൊളിയായിരുന്നു അവിടുത്തെ സീനൊക്കെ. അതായത് നമ്മൾ ഇറങ്ങുന്ന അത്രയും ഹെയർ പിൻ ബെൻസിൽ കൂടെ ഇറങ്ങുമ്പോൾ നമുക്കറിയാം താഴേക്ക് കമ്പം നമുക്ക് ഇത്രയും നമ്മൾ ഉയരത്തിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പോകുന്ന വഴി കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ട് നമ്മൾ ഒരു സ്പോട്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് അവന്മാരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ട് കാറിൻ്റെ ഗ്ലാസ്സൊക്കെ അടച്ചിട്ടിട്ട് കുറച്ച് നേരം അവന്മാരെയൊക്കെ ഒന്ന് കണ്ടു. എന്നിട്ട് കുറച്ച് നേരം നമ്മളവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റേ ഒക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ യാത്രയൊക്കെ തുടർന്നു. ഭയങ്കര രസമായിരുന്നു. ആ ഒരു റോഡ്, ആ ഭാഗങ്ങളൊക്കെ കുറച്ച് നല്ല ഗട്ടറൊക്കെ ഉള്ളൊരു ഭാഗമായിരുന്നു. ഓൾമോസ്റ്റ് ആ റോഡിൻ്റെ പല ഭാഗത്തും നല്ല ഗട്ടറൊക്കെ ആയിരുന്നു. വഴിയൊന്നും അത്ര രസം ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ നമ്മൾ കുറച്ച് സ്ലോയിലാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ കമ്പത്തേക്ക് പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പത്തിൽ ചെല്ലുമ്പോഴത്തേക്കിനും കാണാം. അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി കമ്പത്തേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ MSR ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഗാർഡൻ എത്തും. ഓക്കെ, നമ്മൾ ഗാർഡനിൽ വന്നു. അതായത് നമുക്ക് ആ ഒരു ഗാർഡൻ ഫുള്ള് നമുക്ക് കയറി കാണാനൊന്നും അനുവാദമില്ല. നമുക്ക് ചെറിയൊരു പോർഷൻ മാത്രം. അവിടെ അവർ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. കുറേ ഗ്രേപ്സിൻ്റെ പ്രോഡക്ട്സ് വിൽക്കുന്നുണ്ട്. അത് ജാം ഉണ്ടായിരുന്നു, അതുപോലെ ജ്യൂസ് ഉണ്ടായിരുന്നു, സ്ക്വാഷ്, ചെറിയ തൈകൾ, മുന്തിരിയുടെ ചെറിയ തൈകൾ അവിടെ നിന്ന് വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈന്, പിന്നെ ജ്യൂസ്. അവർ അപ്പം തന്നെ നമുക്ക് ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. നമുക്ക് വാങ്ങിച്ച് കുടിക്കാം ആ സമയം അപ്പം തന്നെ. അങ്ങനെ ഒരുപാട് നല്ല പ്രോഡക്റ്റ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും വാങ്ങിച്ചത് സ്ക്വാഷ് വാങ്ങിച്ചു, ജ്യൂസ് വാങ്ങിച്ചു, അതുപോലെ തന്നെ നമ്മൾ ജാമ് വാങ്ങിക്കുകയുണ്ടായി. പിന്നെ ഒരു പെട്ടി മുന്തിരിങ്ങ. ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചത്. നല്ല രസമായിരുന്നു. ശരിക്കും നമ്മൾ ഒരു മുന്തിരി ഗ്രേപ്പ് ഫാം കാണേണ്ടത് തന്നെയാണ്. ഞാൻ ഫസ്റ്റായിട്ടാണ് കാണുന്നത്. അപ്പം ഫാമിലിയായിട്ട് പോയതാണ്. ഭയങ്കര രസമായിരുന്നു കാണാൻ. ഒരു പോർഷനിൽ നമുക്ക് കയറാൻ പറ്റുമോ എന്ന് പറഞ്ഞാലും നമുക്ക് അത്രയും ആ ഫാമിൻ്റെ ആ ഏരിയയൊക്കെ നമുക്ക് പുറത്തൂടെ നമുക്ക് നടക്കുമ്പോൾ നല്ലപോലെ കാണാവുന്നതാണ്. ഫോട്ടോസൊക്കെ നല്ലപോലെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ജേർണി ആയിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇത് തന്നെയാണ് ഗ്രേപ്പ് ഫാം എന്ന് പറയുന്നത്. നമുക്കറിയാം കമ്പത്താണ് നമ്മുടെ അടുത്ത് ഏറ്റവും അടിപൊളി മുന്തിരി പാടങ്ങൾ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും മസ്റ്റായിട്ട് പോയി വിസിറ്റ് ചെയ്യണം. അവിടെ മുന്തിരി പറിക്കരുത്, അതുപോലെ മുന്തിരിയെ തൊടരുത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി റൂൾസൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ
ചെല്ലുന്ന എല്ലാവരും അതിൽ നിന്ന് പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും അത്യാവശ്യം അത് പറിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു കൗതുകം. ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ക്രിസ്മസ് ടൈമിൽ പോയതുകൊണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. കൂടുതലും മലയാളീസൊക്കെ തന്നെയായിരുന്നു, കോളേജ് സ്റ്റുഡൻസ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പർച്ചേസിങ് സെക്ഷൻ. അവിടെ മുന്തിരി തൈ ഉണ്ട്, അതുപോലെ വൈന്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻസ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ സ്ക്വാഷ്, ജ്യൂസ്, മുന്തിരിങ്ങ നല്ലപോലെ ഉണങ്ങിയത് ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഇനി നമ്മൾ തിരിച്ച് അതൊക്കെ വാങ്ങി തിരിച്ച് നമ്മൾ പോവാണ്. അവിടെ നിന്നുള്ള നമ്മുടെ ആ മലനിരകൾ കാണാനൊക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സൂപ്പറായിരുന്നു. താഴെ കുറേ കൃഷികൾ, കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും പോയി വിസിറ്റ് ചെയ്യേണ്ട വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഓക്കേ.